ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിക്കറ്റിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ്. വീണ്ടും നല്ല നല്ല വെറൈറ്റി ഭക്ഷണങ്ങൾ തേടി ഇറങ്ങിക്കുക. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാഗോർ സെനറ്ററി ഹാളാണിത്. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇന്ന് കയറാൻ പോകുന്ന ഹോട്ടൽ. നമ്മൾ സാധാരണ സിംപിളി നാണല്ലോ, ഇന്ന് സ്വല്പം എന്താ പറയുക മാറ്റി ഇത്തിരി ഹൈഫൈ നാടാണ്. ഇന്ന് കയറാൻ പോകുന്ന ഹോട്ടലാണ് സംസം. നമുക്ക് നാടൻ മാത്രമല്ല, കുറച്ച് വെറൈറ്റീസും കൂടി തിരക്കി പോകണമല്ലോ. നേരെ സംസമിലോട്ട് കയറാം, വാ. ഇത് ആമിർ, നമ്മുടെ ഇവിടുത്തെ മാനേജറാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ കാഷ്യറാണ് അസീസ്. ഇപ്പൊ നമ്മള് സംസം തുടങ്ങിയിട്ട് എത്ര നാളായി ശരിക്കും? ഇവിടെ കാലിക്കറ്റ് തുടങ്ങിയിട്ട് 8 yearsോളായി. നമ്മള് ഹെഡ് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തെ സംസമാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്തെ സംസന്റെ ഇത് ബ്രാഞ്ച് തന്നെയാണ് നമ്മൾ കോഴിക്കോട്. ഇപ്പൊ ഏകദേശം എത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ 8 years ആയിട്ട് കാലിക്കറ്റിലുണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് ശരിക്കും എന്തൊക്കെയാണ്? നമ്മളോട് ആക്ച്വലി അറബിക്കാണ് നമ്മൾ സ്പെഷ്യൽ ചെയ്യുന്നത്. പിന്നെ നാടൻ ഫുഡുകളുണ്ട്, മലബാർ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ നാടൻ ഫുഡുകളല്ലാണ്ട് വേറെ വെറൈറ്റികൾ ഒന്ന് തേടി പോവാണെന്ന്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും സിംപ്ലി നാടൻ തന്നെയാണ് നമ്മൾ. ഒരുപക്ഷെ ഇതെല്ലാം അറബികളുടെ നാടൻ ഫുഡായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഫുഡും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ വെറൈറ്റികളും ഇഷ്ടപ്പെടുന്നുണ്ടോ, നല്ല ഫുഡ് എവിടെ ഉണ്ടോ അവിടെ നമ്മൾ പോയി എടുക്കും. അങ്ങനെയാണ് ഇവിടെയും വന്നേക്കുന്നത്. ശരിക്കും പിന്നെന്താ, നമ്മൾ ബിരിയാണി ഫെസ്റ്റിവൽ ചിലപ്പോൾ ഇത് ലൈനിൽ പോകുമ്പോൾ ഈ ഫെസ്റ്റിവൽ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഈ ബിരിയാണീസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. ബിരിയാണീസ് അവൈലബിൾ ആണ്. ഇതിന്റെ കൂടുതൽ ഓഫേഴ്സ് കിട്ടില്ല. ഓഫേഴ്സ് ഉണ്ടാവില്ല. അതിന്റെ കൂടെ സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ബിരിയാണി ഫെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുക, നമ്മളിപ്പോൾ ഈ ബിരിയാണിയുടെ കൂടെ ഇറ്റാലിയൻ ഡിലൈറ്റ് പാരഫിറ്റ് എന്ന് പറയുന്നത് ഐസ്ക്രീംസ് ആണ്. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ മലബാർ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ 2 pieces ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ടാവില്ല. ഓഫേഴ്സ് ഉണ്ടാവില്ല. ഈ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി എന്തായാലും നാടനും ഉണ്ട്. ഇപ്പോൾ എന്താ പറയാ, ഇത് ഓഫേഴ്സിൽ വരുന്ന ചില സംഭവങ്ങൾ നമുക്ക് കിട്ടില്ല. അല്ലാണ്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ഓഫേഴ്സിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടാവും, പക്ഷേ ഇതിന്റെ കൂടെ ഓഫറായിട്ട് കിട്ടില്ല. അതില്ല. ഇപ്പൊ എന്തായാലും ഇത് 30th വരെയാണ്. 30th നവംബർ വരെയാണ്. ഇപ്പൊ മെയിൻലി അറബിക്കാണ് നമ്മൾ ഈവനിങ് ടൈമിൽ അറബിക്കാണ് മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആമർ ഇവിടെ ആയിട്ട് എത്ര നാളായി? ഞാനിവിടെ തുടക്കം മുതലുണ്ട്. 8 years ആയിട്ട്. അപ്പൊ അമേരിക്ക. അപ്പൊ ഇക്കയാണ്, ക്ഷമിക്കും, സോറി. അപ്പൊ ഇക്ക നമുക്ക് അതിയോടെ ഒന്ന് കപ്പി വെക്കാണ്ട് നമുക്ക് നേരെ പോയി അറബി ഉണ്ടാക്കുകയും കഴിക്കും. എന്തായാലും നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇത് മിക്കവാറും ഞാൻ പുറത്തുനിന്നേ കണ്ടായിരുന്നു. ഒരു ഓപ്പൺ കിച്ചന്റെ ഒരു അങ്ങനെയല്ലേ. ഇത് ഫ്രൈസിന്റെ ഐറ്റംസ്. ഇതാണ് ഫ്രൈഡ് ചിക്കൻ്റെ ഫ്രൈസ്. അതെ, എക്സ്ക്ലൂസീവ്ലി വേറൊരു കാര്യം, ഇത് നമ്മൾ നാടൻ സിംപ്ലി നാടനാണെങ്കിലും ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി അറബിക് നാടൻ ഫുഡ്സ് അത് കൂടി ഒന്ന് തിരഞ്ഞു പോവാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പം എന്തായാലും നമുക്ക് ബാക്കി എന്താണ് നമുക്ക് ഇന്ന് ആദ്യം ഉണ്ടാക്കി തരാൻ പോകുന്നത്? നമ്മൾ വേണമെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്ന് അതിന്റെ കൂട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമായിരിക്കുമല്ലോ. നമുക്ക് എന്തായാലും ആദ്യം നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പൊ നമ്മള് ചിക്കൻ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. എന്തായാലും നമുക്ക് ഇന്ന് അറബിക് ഡിഷാണ് വേണ്ടത്. അങ്ങനെ ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ്ലി അറബിക് ഒരു എപ്പിസോഡ് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചിട്ടില്ല. അത് ഇന്ന് അതുകൊണ്ട് അത് തന്നെ ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും ഇത് ചിക്കൻ പീസസ്. ഇത് എന്താന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. ഇത് ചിക്കൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വിത്ത് സ്കിൻ ആണ് വരുന്നത്. ചിൽഡ് ചിക്കൻ ആണ്. ഇത് പുള്ളിയാണ് എക്സ്പെർട്ട്. പുള്ളിയാണ് ഇതിന്റെ. അപ്പൊ ഇത് നമ്മുടെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് സ്കിൻ ചിൽഡ് ആണ്. അതാണ് നമ്മൾ ഈ ക്രിസ്പി ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചിക്കൻ. അതാണ് നമുക്ക് അതിന്റെ മസാല ആണ്. അങ്ങനെ മസാല അധികം ആരും പുറത്ത് വിട്ടിട്ടില്ല ഇതുവരെ. ശരിയല്ലേ? ആരും ഇങ്ങനത്തെ ക്രിസ്പി മസാല ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. നമുക്ക് എന്തായാലും അത് കാണാം, അറിയാം. നോക്കാം. ഇതെന്തോ അത് പൊടി. ഇതിൽ ചേർന്നത് മൈദ, കോൺഫ്ലവർ, പിന്നെ ഉപ്പ് അങ്ങനെ ആ 3 ഐറ്റംസ്. മൈദ, കോൺഫ്ലവർ, ഉപ്പ്, അതാണ് ഈ പൊടി. ഇത് നമ്മൾ അത് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കും. അങ്ങനെ ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ ചില്ലറിന്ന് ചിക്കൻ എടുത്ത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇത് എഗ് വിത്ത് ഇതാണ് എഗ്ഗും മിൽക്കും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം. എഗ് വൈറ്റ് മാത്രമാണോ അതോ എഗ് മൊത്തമായിട്ടാണോ? മൊത്തം എഗ്ഗാണ്. എഗ് മൊത്തമായിട്ടാണ്. അപ്പൊ എഗ്ഗും മിൽക്ക്, നമ്മുടെ സാധാ പാലും മുട്ടയും കൂടി അടിച്ച് മിക്സ് ചെയ്ത ഒരു
മിശ്രിതമാണ്. ഇത് ആക്ച്വലി ഇത് ചിൽഡ് വാട്ടറിൽ ചെയ്യാം. നമുക്ക് ചിൽഡ് വാട്ടർ ചെയ്ത് ഇത്രയും ക്രിസ്മസ് കിട്ടില്ല. ക്രിസ്മസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്കിൽ ചെയ്യുന്നത്. മിൽക്കിൽ ചെയ്യുന്നത്. വെള്ളത്തിലും ചെയ്യാം. പച്ചമുട്ട വെറുതെ അടിച്ച് വെള്ളം ഒഴിച്ച് ചിൽഡ് വാട്ടർ, അല്ലെങ്കിൽ നമ്മുടെ പാലിൽ ചെയ്യാം. പാലിൽ ചെയ്താലുള്ള ഗുണം നല്ല ക്രിസ്പിനെസ് കിട്ടും അല്ലേ? അപ്പോൾ എന്തായാലും ബാക്കി ചെയ്യാം. അപ്പോൾ അതല്ല, മൈദയും കോൺഫ്ലവറും എല്ലാം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത പൊടിയാണിത്. അപ്പോൾ അതിൽ ശരിക്കും നന്നായിട്ടിട്ടൊന്ന് മൊത്തം ഒന്ന് ഇളക്കിയെടുക്കുക. ഞങ്ങൾക്ക് പിടിക്കുമോ അപ്പോഴത്തേക്കും? അത് കഴിഞ്ഞിട്ടാണ് രണ്ടാം എഗ്ഗിൽ വീണ്ടും ഒന്നും കൂടി ചെയ്താൽ തട്ട് നമ്മൾ എഗ്ഗിൽ ഇടുന്ന കൊണ്ട് അങ്ങനെ തട്ടിയാൽ അതിൻ്റെ കംപ്ലീറ്റ് ഇതാക്കി പോകും. അല്ലെങ്കിൽ അത് ഫുള്ള് കട്ട പിടിച്ച് അവിടെ തന്നെ. ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കണം. അതിൻ്റെ പുറമേ ഉള്ള മൊത്തം പൊടികളൊക്കെ ഒന്ന് പോയിട്ട് വേണം നമ്മൾ എഗ്ഗും മിൽക്കും കൂടി ഉള്ളതിൽ മിക്സ് ചെയ്ത് അങ്ങ് മുക്കിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കിട്ടും. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗ്ഗ് മൊത്തത്തിലും പാലിലും കൂടി ഇട്ട മിശ്രിതത്തിൽ മുക്കിയിട്ട് വീണ്ടും നമ്മൾ ആ ഫ്ലവറിലോട്ട് മിക്സ്ഡ് ഫ്ലോറിലോട്ട് ഇട്ടേക്കുവാണ്. ഇതെന്തിനാ 2 പ്രാവശ്യം നമ്മൾ ഈ ഫ്ലോറിൽ ചെയ്യുന്നത്? കുറച്ചുകൂടി ക്രിസ്മസ് കിട്ടാൻ വേണ്ടി. ആദ്യത്തെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി അങ്ങ് ശരിക്കും മറിക്കുകയാണ്. ഇത് ശരിക്കും അറബിക്ക് തന്നെയാണോ? ഇത് ആക്ച്വലി ഇറ്റാലിയൻ ഫുഡ്. ഇത് അറബികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് അറബിക് ഫുഡായി മാറിയതാണ്. അത് കൊള്ളാം. ഇത് ശരിക്കും അറബിക് ഫുഡല്ല, ഇറ്റാലിയൻ ഫുഡാണ്. പക്ഷെ അറബികൾ കൂടുതൽ നമുക്ക് വേണം എന്ന് പറഞ്ഞ ആൾക്കാർ ആവശ്യപ്പെടുന്നതുകൊണ്ട് ഇത് മെയിൻലി ഒരു അറബിക് ഫുഡായിട്ട് മാറി. അതാണ് ഇതിന്റെ പിന്നിലുള്ള കഥ. പിന്നെ ടോട്ടലി നോൺ സ്പൈസി ആണ്. ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ സ്പൈസി വരും, ഇത് വരും, നോൺ സ്പൈസി വരും. നമ്മൾ ചെയ്യുന്ന ടോട്ടലി നോൺ സ്പൈസിയാണ്. സ്പൈസി ആക്കണമെങ്കിൽ നമ്മൾ ഈ മസാല കുറേ ഐറ്റംസ് കൂടി ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഈ ഫ്ലോറിലോട്ട് ആഡ് ചെയ്താൽ മതി. ഫ്ലോറിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെക്കണം. സെപ്പറേറ്റ് ആയിട്ട്. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് ഒന്ന് മുക്കണം. അല്ല, അത് ഫസ്റ്റ് തന്നെ ചിക്കനിലോട്ട് മാരിനേഷൻ ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രോസസ്. അപ്പോൾ നമ്മൾ അതും ചെയ്തു. പൊടി ഒക്കെ മേത്ത് ചിക്കന് മേത്ത് രണ്ടാമത്തെ പ്രാവശ്യം മുക്കിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം ഇതായി. ഇനി നമ്മളിത് അങ്ങോട്ട് വറുക്കുക അല്ലേ? ഇതിപ്പോൾ എന്താ നമ്മൾ വറക്കാൻ പോകണം? ഇതിലാണോ? ഇത് ആദ്യം ഡിപ്പ് ചെയ്ത് വെക്കണം അല്ലേ? ഇനി ഓരോ പീസായിട്ട് നമുക്ക് ഇടാല്ലേ? സ്ലോ ഇട്ടാൽ മതി, കയ്യിൽ തരിക്കും. അങ്ങനെ ഇട്ടാൽ മതി, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇതിൽ ഇനി ടൈമർ ഓൺ ചെയ്യും. ഇത് എത്ര നേരത്തേക്ക് ഇതിന്റെ ആക്ച്വലി ടെമ്പറേച്ചർ 160 ഡിഗ്രി ആണ്. 160 ഡിഗ്രിയിൽ 12 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ അത് ശരിക്കും കുക്കായി വരും അല്ലേ? ഇത് ഈ എണ്ണ ശരിക്കും തിളച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് തിളയ്ക്കുന്നത്. അത്ര ചൂടുണ്ട് ഇതിന്. അതിലൊരു 12 മിനിറ്റോളം കുക്ക്ഡായി വരുമ്പോഴാണ് ആ ക്രിസ്പിനെസ് ഒക്കെ ആയിട്ട് ശരിക്കും കുക്ക്ഡായിട്ട് കിട്ടത്തുള്ളൂ അല്ലേ? അപ്പം എന്തായാലും ഒരു 12 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ സംഭവം ഇത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റിനല്ലേ കുറയും. 12 മിനിറ്റ്സ് എന്നുള്ളത് ഒരു 9 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ കുക്ക്ഡായി വരും. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കുക്ക്ഡ് ആവട്ടെ. നമുക്ക് അടുത്ത എന്താണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് എന്തായാലും